ഈ പേജിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ബുക്സ് ഫോർ വിച്ച് ടു ക്ലാസ്സസ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് ദ നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് 4. അപ്പൊ ഇതിൽ പറയുന്നത് ഏതൊക്കെ ക്ലാസ്സുകളിലെ ബുക്കുകളുടെ എണ്ണം കൂട്ടിയാലാണ് ക്ലാസ് 4 ബുക്കുകളുടെ എണ്ണം കിട്ടുക. അപ്പൊ ക്ലാസ് 4 ബുക്കുകളുടെ എണ്ണം എത്രയാ? 80. അപ്പൊ 80 കിട്ടണമെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടണമെന്നാണ്. അപ്പം ഫസ്റ്റ് ക്ലാസ് ആയ 30യും ഫസ്റ്റ് ക്ലാസ്സിലെ ബുക്കുകളുടെ എണ്ണം 30 ആണ്. അതുപോലെ തേർഡ് ക്ലാസ്സിലെ ബുക്കുകളുടെ എണ്ണം 50 ആണ്. അപ്പൊ ഈ 30യും 50യും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 80 കിട്ടും. അതപ്പോ അവിടെ എഴുതണം. പിന്നെ നമ്പർ ഓഫ് ബുക്സ് ഫോർ വിച്ച് ടു ക്ലാസ്സസ് ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് ദി നമ്പർ ഓഫ് ബുക്സ് ഓഫ് ക്ലാസ് 5. റൈറ്റ് ദി നമ്പർ. ഏതൊക്കെ രണ്ട് ക്ലാസ്സുകളിലെ ബുക്സുകളുടെ എണ്ണം കൂട്ടിയാലാണ് ക്ലാസ് 5ലെ ബുക്കുകളുടെ എണ്ണം കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ക്ലാസ് 5 എത്രയാ? 90 ആണ്. അപ്പൊ 90 കിട്ടണമെങ്കിൽ ഏതൊക്കെ കൂട്ടണം? അപ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലെ 40യും അതുപോലെ തേർഡ് ക്ലാസ്സിലെ 50 ബുക്സിന്റെ എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടും. പിന്നെ ഹൗ മെനി ബുക്സ് മോർ ഫോർ ക്ലാസ് 4 ദാൻ ഫോർ ക്ലാസ് 1? ക്ലാസ് 1നേക്കാളും എത്ര കൂടുതൽ ബുക്സ് ആണ് ക്ലാസ് 4ലുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ക്ലാസ് 4ലെ ബുക്കുകളുടെ എണ്ണം നോക്കണം. അതിൽ നിന്ന് നമ്മുടെ ക്ലാസ് 1ലുള്ള എണ്ണങ്ങൾ കുറയ്ക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ക്ലാസ് 4ല് 80 ആണ്. 80ന് പിന്നെ നമ്മുടെ 30 ക്ലാസ് 1ലെ എണ്ണം 30 ആണ്. അപ്പൊ 80ന്ന് 30 സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 50 കിട്ടും. അപ്പൊ 50 ആണ് അതിന്റെ ആൻസർ. പിന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ആർ ദർ എനി അതർ ക്ലാസ്സസ് വിത്ത് ദ സെയിം ഡിഫറൻസ് 50? 50 വ്യത്യാസം വരുന്ന വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് us see. അപ്പൊ ആ കുട്ടി വരെ നമുക്ക് നോക്കാന്ന് പറയാം. അപ്പം ഉണ്ട്. കാരണം ക്ലാസ് 2ും ക്ലാസ് 5ഉം അത് വരുമ്പോൾ അതിന്റെ നമ്പേഴ്സ് വരുന്നത് ക്ലാസ് 2 40 ആണ്. അതുപോലെ ക്ലാസ് 5ന്റേത് 90 ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് 50 വരും. അതാണ് അവിടെ എഴുതിയിരിക്കുക. കാരണം 90ന്ന് 40 പോകുമ്പോൾ 50 കിട്ടും. പിന്നെ ഈ പേജ് നോക്കാം. സെറ്റ് ഓഫ് 10 10കളുടെ കൂട്ടം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന പുട്ട് ടിക്ക് ഇഫ് കറക്റ്റ് ആൻഡ് ക്രോസ് ഇൻ ദി ബോക്സസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതെല്ലാം 10കളുടെ കൂട്ടമാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത് ലീവ്സ് 10 എണ്ണം, ഇതും 10, ഇത് 10, ഇത് 10, ഇത് 10. അപ്പൊ ഇതിൽ എത്ര 10കളുണ്ട്? 1 2 3 4 5 10കളുണ്ട്. അപ്പൊ 50. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന 40. അപ്പൊ ഇത് തെറ്റാ, ക്രോസ് മാർക്ക് കൊടുക്കും. പിന്നെ ഇവിടെ എത്രയാ 10കളുടെ കൂട്ടം? ഇവിടെ 10 10 10. അപ്പോഴത്തേക്കും ഇതിൽ 3 10കളുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് അല്ല, 30. അപ്പം അത് കറക്റ്റ് ആണ്. അപ്പൊ അതിന് ടിക്ക് കൊടുക്കും. പിന്നെ ഇവിടെ എത്ര 10കളുടെ കൂട്ടമാണ്? 1 2 3 4 കൂട്ടം. അപ്പൊ 4 കൂട്ടമാകുമ്പോഴത്തേക്കും പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന 5 കൂട്ടം 50 എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അവിടെ ക്രോസ് മാർക്ക് കൊടുക്കുക. ആദ്യം ലീവ്സ്, പിന്നെ മാംഗോ, പിന്നെ ഇത് ഓറഞ്ചസ്, പിന്നെ ഇതെന്താ ഹണി ബീസ് കൂട്ടമായിട്ട് ഇന്ന്. അപ്പം ഇത് എത്ര കൂട്ടമുണ്ട്? 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ 6 10കളുടെ കൂട്ടമുണ്ട്. അപ്പം 60. അപ്പൊ ഇവിടെ 80 എഴുതിയിരിക്കുക. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ക്രോസ് മാർക്ക് കൊടുക്കും. പിന്നെ ഇവിടെ എത്ര കൂട്ടമുണ്ട്? 1 2 3 4 5 6 7 കൂട്ടമുണ്ട്. 70. അപ്പൊ അത് കറക്റ്റ് ആണ്. ഫ്ലവേഴ്സിന്റെ കൂട്ടം കറക്റ്റ് ആണ്. അപ്പം ടിക്ക് കൊടുക്കുക. ഇത് ടൊമാറ്റോസിന്റെ കൂട്ടം എത്രയുണ്ട്? 1 2 3 4 5 കൂട്ടം. അപ്പൊ ഇതും കറക്റ്റ് ആണല്ലോ. അപ്പൊ അത് ടിക്ക് എടുക്കാം. ഹൗ ഡിഡ് യു ചെക്ക് വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ്? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഈ പേജിൽ എന്താ പറയുന്നത്? മാംഗോ ഷവേഴ്സ്. ഓൺ ദി വേ ബാക്ക് ഫ്രം സ്കൂൾ മാളു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെൻ ടു ദി മാംഗോ ഗ്രൂ ഓഫ് നാണുചേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും വഴി മാളുവിന്റെ കൂട്ടുകാരും നാണുചേട്ടന്റെ മാന്തോപ്പിലേക്ക് പോയി എന്നുള്ളതാ പറയുന്നത്. പിന്നെ എന്താ ഈ നാണുചേട്ടൻ അപ്പൊ എന്താ പറയുന്നത്? ഐ ഹാവ് ഫിൽഡ് എ ബാസ്കറ്റ് വിത്ത് 50 മാംഗോസ്. ഞാൻ അപ്പോഴത്തേക്കും നാണുചേട്ടൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞത്, ഞാൻ ഒരു ബാസ്കറ്റിൽ 50 മാങ്ങകൾ വെച്ച് നിറച്ചു എന്ന് പറയാം. അപ്പൊ ഈ കുട്ടികൾ എന്താ പറയുക? വി വിൽ ഹെൽപ്പ് യു ടു ഫിൽ ദി അതർ ബാസ്കറ്റ്സ്. ബാക്കിയുള്ള കുട്ടികൾ കൂടി നിറയ്ക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുക. അപ്പൊ നമുക്ക് ആ പേജിൽ നോക്കാം. ഐ വിൽ കൗണ്ട് ദ മാംഗോസ് യു പുട്ട് ഇൻ ദി ബാസ്കറ്റ്. നീ കൊട്ടയിലേക്ക് ഇടുന്ന മാങ്ങകൾ ഞാൻ എണ്ണാമെന്ന് പറയുക. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നേ? ഓക്കെ ഗോ എഹെഡ്. ശരി, അങ്ങനെ തന്നെ ആകട്ടെ ചെയ്തോ എന്ന് പറയുക. അപ്പൊ ഇവിടെ എന്താ എഴുതിയ? മാളു പുട്ട് 10 മാംഗോസ് ഇൻ അതർ ബാസ്കറ്റ്സ്. അപ്പോഴത്തേക്ക് എന്താ എഴുതിയിരിക്കുന്നേ? മാളു 10 മാങ്ങകൾ അടുത്ത ബാസ്കറ്റിൽ നിറച്ചു. മാളു വേറെ ബാസ്കറ്റിൽ 10 മാങ്ങകൾ ഇട്ടു. ഹൗ മെനി മാംഗോസ് ഇൻ ബോത്ത് ദി ബാസ്കറ്റ്സ് ടുഗദർ. അപ്പൊ ഓൾറെഡി 50 മാങ്ങകൾ
ഇട്ടിട്ടുണ്ട് നമ്മുടെ നാണിച്ചേട്ടൻ. അതിന്റെ കൂടെ 10 മാങ്ങകൾ കൂടി ആകുമ്പോൾ എങ്ങനെ വരും? 50 and 10 makes 60 mangoes. അതപ്പോ അവിടെ എഴുതണം. അപ്പം 2 ബാസ്ക്കറ്റും കൂടി ചേർത്ത് ഇപ്പോൾ എത്ര മാങ്ങകളുണ്ടെന്ന് ചോദിച്ചാൽ 60 മാംഗോസ്. പിന്നെ ഇവിടെ എന്താ? ഇഫ് ആൾസോ പുട്ട് 10 മാംഗോസ് ഇൻ എ ബാസ്ക്കറ്റ്. ഇഫയും ഒരു കൊട്ടയിൽ 10 മാങ്ങകൾ ഇട്ടു. അപ്പൊ എത്രയായി ടോട്ടല്? ഓൾറെഡി ഇപ്പൊ 60 ഉണ്ട്. അപ്പം ഇപ്പോൾ 60യും 10ഉം കൂടി ചേരുമ്പോൾ നൗ 60 and 10 എത്രയാ വരുന്നത്? 70. അപ്പൊ 70 മാംഗോസ്. പിന്നെ ഇവിടെ അരുൺ took 10 mangoes and put them in a basket. നൗ 70. അപ്പം ഓൾറെഡി ഇപ്പൊ 70 മാംഗോസ് ഉണ്ട്. അപ്പൊ അരുണിന്റെ 10 കൂടി ആകുമ്പോൾ 70 and 10 make 80 mangoes. ഷെറിൻ ആൾസോ put 10 more mangoes in the basket. അപ്പൊ എന്താ പറയുന്നത്? ഷെറിനും 10 മാങ്ങകൾ കൂടെ ബാസ്ക്കറ്റിൽ ഇട്ടപ്പോ എത്രയായി? 80 and 10 makes 90 mangoes. ആസിഫ് put 10 more in the basket. ആസിഫും 10 മാങ്ങകൾ കൂടെ ബാസ്ക്കറ്റിൽ ഇട്ടപ്പോ ഓൾറെഡി 90 ഉണ്ട്. അതിന്റെ കൂടെ 10 കൂടെ വന്ന 90 and 10 makes എത്രയാ? 100 mangoes. അപ്പൊ അതെ ഇത്രയുള്ളത്.